ശ്രീ രാജു പി നായർ, ഈ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട ചർച്ച തുടങ്ങി വെച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ്. അദ്ദേഹമാണ് ആദ്യം പറഞ്ഞത് ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷമെന്ന്. ഇപ്പോൾ താങ്കളടക്കം അത് ആവർത്തിക്കുകയും ചെയ്യുന്നു. ഇടതുപക്ഷമാണ് ശരി, അല്ലെങ്കിൽ ഇടതുപക്ഷ ലൈനാണ് ശരി എന്നൊരു ബോധ്യത്തിലേക്ക് അപ്പോൾ ഈ കാലം കൊണ്ട് കോൺഗ്രസ് എത്തിയിട്ടുണ്ട് എന്നത് നിങ്ങൾ തന്നെ സമ്മതിക്കുകയാണോ? ഞങ്ങൾ ഇടതുപക്ഷമാണ് എന്ന് പറഞ്ഞു മാത്രം ജനങ്ങളെ അഭിമുഖീകരിക്കേണ്ട സാഹചര്യത്തിലേക്ക് എങ്ങനെയാണ് കോൺഗ്രസ് എത്തുന്നത്? എനിക്ക് ബി ജെ പിയുടെ തലത്തിലേക്ക് അങ്ങും ഈ സി പി എമ്മും ചോദിക്കുന്നതിൽ എനിക്ക് വലിയ ഒരു എന്താ പറയുക ഒരു സങ്കടമുണ്ട്. കോൺഗ്രസ് എന്താണ് ഇടതുപക്ഷമല്ലാതായിരുന്നത്? കോൺഗ്രസ് ചരിത്രാതീത കാലം മുതൽ ഇടതുപക്ഷമാണ്. ഞാൻ ചോദിക്കട്ടെ, നെഹ്റുവിനെ പോലെ ഈ രാജ്യത്തെ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തനം നടത്തിയ ആരെങ്കിലും ഉണ്ടോ? ഇന്ദിരാഗാന്ധിയെ പോലെ നടത്തിയവരാരെങ്കിലും ഉണ്ടോ? ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവൻ്റെ വോട്ടിന് ഒരേ മൂല്യം കൊടുത്ത മറ്റ് ഏതെങ്കിലും പാർട്ടി ഉണ്ടോ? ഇവിടുത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിൽ പങ്കുവഹിച്ചിട്ടുള്ളത് ഏറ്റവും കോൺഗ്രസ് അല്ലേ പങ്കുവച്ചത്? നിങ്ങൾ എന്താണ് ഇടതുപക്ഷം? പൊതുമേഖലാ സ്ഥാപനങ്ങളുമൊക്കെ ബന്ധപ്പെട്ട വിഷയം അത് നമുക്ക് അറിയാവുന്നതാണല്ലോ രാജു പി. ഞാൻ അതല്ല ചോദിക്കുന്നത്. അല്ല, ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഒരിക്കലും CPIM എന്നോ CPM എന്നോ ഒന്നുമില്ല. അത് വിശാലമായ ഒരു ആശയധാരയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണല്ലോ ഞങ്ങളാണ് ഇടതുപക്ഷം എന്നൊരു നറേറ്റീവ് ഇവിടെ ഉണ്ടാകാൻ തുടങ്ങിയത്. അതെങ്ങനെയാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഞങ്ങൾ ഇടതുപക്ഷം എന്ന് പറയേണ്ടി വരുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. പെട്ടെന്നൊരു സുപ്രഭാതത്തിലല്ല. ഈ കോൺഗ്രസ് ചരിത്രാതീത കാലം മുതൽ തന്നെ ഇടതുപക്ഷമാണ്. അതിനകത്ത് യാതൊരു തർക്കമില്ല. നിങ്ങൾ കേരളത്തിൽ ഈ വലതുപക്ഷം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം പോയി പഠിക്കും. ബഹുമാനപ്പെട്ട സുരേഷ് ആദ്യം പോയിട്ട് വലതുപക്ഷം എന്താണെന്നുള്ളത് പഠിക്കും, എന്നിട്ട് വന്ന് പറയും. പ്ലീസ് ദയവേത് കാര്യങ്ങൾ മനസ്സിലാക്കൂ. ഇടതുപക്ഷം എന്ന് പറയുന്നത് ഒരു ആശയധാരയാണ്. ആ ആശയധാരയിൽ കേരളത്തിലെ പ്രത്യേക ഞാൻ പറയട്ടെ വലതുപക്ഷം കാലഹരണപ്പെട്ടതല്ല. വലതുപക്ഷം ഈ രാജ്യത്ത് ശക്തിപ്പെടുകയാണ് ചെയ്തത്. വലതുപക്ഷം ഈ രാജ്യത്ത് ശക്തിപ്പെട്ടപ്പോൾ പിണറായി വിജയൻ കേരളത്തിലെ CPM ആ വലതുപക്ഷത്തോട് ചേരുകയാണ് ചെയ്തത്. ഇടതുപക്ഷം എന്ന് പറയുന്നതും വലതുപക്ഷമെന്നും കേരളത്തിൽ വിവക്ഷിച്ചത് CPM ഉം CPI ഉം ഇടതുപക്ഷവും കോൺഗ്രസ് വലതുപക്ഷവും. കോൺഗ്രസിന്റെ ആശയങ്ങൾ മുതൽ, കോൺഗ്രസിന്റെ പരിപാടികൾ മുതൽ, കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രം ഒന്നും വലതുപക്ഷമല്ല, അത് ഇടതുപക്ഷമാണ്. സെൻട്രൽ ലെഫ്റ്റ് ആണ് കേരളത്തിൽ കോൺഗ്രസിന്റെ പൊളിറ്റിക്സ്. സെൻട്രൽ ലെഫ്റ്റ് ആണ്. ആ സെൻട്രൽ ലെഫ്റ്റിൽ നിൽക്കുന്ന നെഹ്റു ഈ ക്യാപിറ്റലിസത്തിന്റെ കുറച്ച് ഇതുകൂടി എടുത്തുകൊണ്ടൊരു മിക്സഡ് എക്കണോമിയാണ് ഇന്ത്യയിൽ സ്ഥാപിച്ചത്. ഈ ശ്യാംരാജ് അതിനകത്ത് പഠിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്ന പൊളിറ്റിക്കൽ സ്റ്റുഡൻറ്റ് എന്നൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാക്കാം. സുരേഷ് കുമാറും ആ അവസ്ഥയിലേക്ക് തന്നെ എത്തിയോ എന്നുള്ളതാണ് എൻ്റെ സംശയം. ശ്യാംരാജ് യു ബെറ്റർ ഗോ ബാക്ക് ടു യുവർ ക്ലാസ്സസ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതല്ലാതെ ഒന്നും പറയാൻ പറ്റില്ല. ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിൽ വ്യത്യാസം അങ്ങേക്ക് അറിയില്ലെങ്കിൽ അതേ പറ്റുള്ളൂ. പിന്നെ അദ്ദേഹം EVM കുറിച്ച് പറയുകയുണ്ടായി. അദ്ദേഹം എവിടെയോ ജയിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾ ജയിച്ചപ്പോൾ BJP EVM കുറ്റം പറഞ്ഞില്ലോ എന്ന്. അങ്ങേക്ക് രാഷ്ട്രീയ ചരിത്രം അറിയാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. GVL നരസിംഹറാവു എന്ന് പറഞ്ഞൊരു നേതാവ് അങ്ങേക്കൊണ്ട് BJP അറിയോ? GVL നരസിംഹറാവു. ആ GVL നരസിംഹറാവു ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. EVM ജനാധിപത്യത്തെ കൊല്ലുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുസ്തകം എഴുതിയത്, ദ ഡാർക്ക് ഡേയ്സ് ഓഫ് ഡെമോക്രസി എന്ന് പറഞ്ഞിട്ട് ഇതിട്ടുണ്ട്. EVM കുറിച്ച് അങ്ങേക്ക് അറിയോ? അങ്ങയുടെ നേതാവാണ്, BJP-കാരനാണ്. ഇനി അങ്ങേക്ക് LK അദ്വാനി അങ്ങയുടെ നേതാവായിരുന്നോ എന്ന് അറിയുമോ എന്നെനിക്കറിയില്ല. ആ LK അദ്വാനിയാണ് ഈ GVL നരസിംഹറാവുവിൻ്റെ EVM തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കുന്നു, ജനാധിപത്യത്തെ കൊല്ലുന്നു എന്ന് പറഞ്ഞ പുസ്തകത്തിന് അവതാരിക എഴുതിയത്. അതുകൊണ്ട് ദയവേത് നിങ്ങൾ നിങ്ങളുടെ ചരിത്രം എങ്കിലും പഠിക്കണം ചർച്ചകൾക്ക് വന്ന് പറയുന്നതിന് മുമ്പ്. പിന്നെ ഇപ്പോൾ എക്സിറ്റ് പോളുകളിൽ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും പറഞ്ഞില്ലെന്നാണ് നോക്കൂ. NDAക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോളുകളുടെ ഫലം NDAക്ക് 0 മുതൽ 2 സീറ്റ്, ന്യൂസ് 24 ടുഡേസ് ചാണക്യ 0 മുതൽ 6 സീറ്റ്, ടൈംസ് നൗ 0 മുതൽ 2 സീറ്റ്, റിപ്പബ്ലിക് 1 മുതൽ 5 സീറ്റ്, റിപ്പോർട്ടർ 0 മുതൽ 3 സീറ്റ്, മനോരമ ന്യൂസ് 0 മുതൽ 2 സീറ്റ്. ഇത് 2021 എക്സിറ്റ് പോളുകളുടെ ഫലമായിരുന്നു NDAക്ക് പ്രവചിച്ച സീറ്റുകൾ. അതുപോലെ തന്നെ 2016 2016 ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ 1 മുതൽ 7 സീറ്റാണ് NDAക്ക് പ്രവചിച്ചത്. ടൈംസ് നൗ 0 മുതൽ 8 സീറ്റായിരുന്നു. ടുഡേസ് ചാണക്യ 8 സീറ്റ് ±5 എന്നാണ് പറഞ്ഞത്. ന്യൂസ് നേഷൻ 0 മുതൽ 2. അപ്പോൾ 2016 2021 NDAക്ക് സീറ്റ് പ്രവചിച്ചിരുന്ന അതേ നമ്പർ തന്നെ എക്സിറ്റ് പോളുകൾ ഇപ്പോൾ പ്രവചിച്ചിട്ടുണ്ട്. ഒരൊറ്റ എക്സംഷൻ വന്നത് 2016 O രാജഗോപാൽ വിജയിച്ചതാണ്. ആ O രാജഗോപാൽ അവസാനം വോട്ട് ചെയ്തത് CPM-നാണ്.
അറിയാലോ, ശ്രീരാമകൃഷ്ണൻ സ്പീക്കർ ആവുമ്പോൾ ശ്രീരാമകൃഷ്ണൻ എന്നുള്ള പേര് കണ്ടുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാണ് രാജഗോപാൽ. അതുമാത്രമല്ല CPM-ന്റെ എല്ലാ നയങ്ങളെയും രാജഗോപാൽ നിയമസഭയ്ക്കകത്ത് പിന്തുണച്ചിരുന്നു എന്നുള്ളതും വസ്തുതയാണ്. അപ്പം അതിൽ നിന്ന് മാറിയാൽ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലായിട്ട് 0.2 ഇന്ന് പറയുന്ന പോലെ അല്ലെങ്കിൽ 0.023 എന്നുള്ള സീറ്റ് ഫോർകാസ്റ്റിൽ എപ്പോഴും NDAക്ക് വന്നിട്ടുണ്ട്. റിസൾട്ട് ആ 0 തന്നെയായിരിക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയത്തിന്റെ ആവശ്യമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.